ലോക കാലാവസ്ഥാ വ്യവസ്ഥകളെ അടുത്ത കാലത്ത് ഏറ്റവും അധികം സ്വാധീനിക്കാനിടയുള്ള പ്രതിഭാസങ്ങളിലൊന്നായി വീണ്ടും എൽ നിനോ ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ്. ആഗോളതലത്തിൽ കാലാവസ്ഥാ പഠനങ്ങളിലും സമുദ്ര നിരീക്ഷണങ്ങളിലും പ്രധാന സ്ഥാനമുള്ള ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി പുറത്തുവിട്ട പുതിയ വിലയിരുത്തലുകൾ പ്രകാരം പസഫിക് സമുദ്രമേഖലയിൽ ശക്തമായ എൽ നിനോ സാഹചര്യം രൂപപ്പെടാനുള്ള സാധ്യത വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കാലാവസ്ഥാ ഏജൻസികളും ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളും സമാനമായി മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. പസഫിക് സമുദ്രത്തിന്റെ മധ്യകിഴക്കൻ മേഖലയിലെ സമുദ്രജല താപനില സാധാരണ നിലയേക്കാൾ ഗണ്യമായി ഉയർന്നു വരുന്ന അവസ്ഥയാണ് എൽ നിനോ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇത് വെറും സമുദ്രജല ചൂട് വർദ്ധിക്കുന്നു എന്നതിലുപരി ഭൂമിയുടെ സമഗ്ര കാലാവസ്ഥാ ചക്രത്തെ തന്നെ സ്വാധീനിക്കുന്ന വലിയ സമുദ്രവായു പരസ്പര പ്രവർത്തന പ്രതിഭാസമാണ്. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ചൂട് കൂടുമ്പോൾ കാറ്റിന്റെ സ്വഭാവം, മേഘരൂപീകരണം, മഴയുടെ വിതരണം, വായുമർദ്ദ വ്യത്യാസങ്ങൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതിന്റെ ഫലമായി ചില രാജ്യങ്ങളിൽ അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുമ്പോൾ മറ്റു ചില പ്രദേശങ്ങൾ കടുത്ത വരൾച്ചയും ചൂട് തരംഗങ്ങളും നേരിടേണ്ടി വരുന്നു. പുതിയ നിരീക്ഷണങ്ങൾ പ്രകാരം 2026 ജൂൺ മാസത്തോടെ എൽ നിനോ പൂർണ്ണരൂപം പ്രാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഈ പ്രതിഭാസം സജീവമാകാനുള്ള സാധ്യത 80% കൂടുതലാണെന്നും വർഷാവസാനം വരെ അതിന്റെ സ്വാധീനം തുടരാൻ സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര കാലാവസ്ഥാ മോഡലുകൾ സൂചിപ്പിക്കുന്നു. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ രൂപപ്പെടുന്ന ചൂട് വെള്ളപ്പാളികൾ പതുക്കെ മുകളിലേക്ക് ഉയരുന്നതായുള്ള സൂചനകൾ ഉപഗ്രഹ പഠനങ്ങളിലും സമുദ്രതാപ നിരീക്ഷണങ്ങളിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എൽ നിനോയുടെ വരവ് അതീവ നിർണായകമാണ്. കാരണം രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയും ജലലഭ്യതയും പ്രധാനമായും തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലം ഇന്ത്യയുടെ വാർഷിക മഴയുടെ ഏകദേശം 70% നൽകുന്നു. അതിനാൽ മൺസൂണിലെ ചെറിയ വ്യതിയാനങ്ങൾ പോലും കൃഷിയെയും കുടിവെള്ള ലഭ്യതയെയും വൈദ്യുത ഉൽപാദനത്തെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കും. ചരിത്രപരമായ നിരീക്ഷണങ്ങൾ കാണിക്കുന്നത് മിക്ക എൽ നിനോ വർഷങ്ങളിലും ഇന്ത്യൻ മൺസൂൺ ദുർബലമാകുന്ന പ്രവണതയാണുള്ളത്. മഴയുടെ ആരംഭം വൈകുക, ചില സംസ്ഥാനങ്ങളിൽ മഴ കുറയുക, മഴയുടെ വിതരണത്തിൽ അസമത്വം ഉണ്ടാവുക തുടങ്ങിയ സാഹചര്യങ്ങൾ സാധാരണയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കർഷകർക്ക് ഏറ്റവും ആവശ്യമായ സമയത്ത് മഴ ലഭിക്കാതെ പോകുന്നത് കൃഷിയിടങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. നെല്ല്, കരിമ്പ്, പയർ, പച്ചക്കറി, പരുത്തി തുടങ്ങിയ മഴയെ ആശ്രയിച്ചുള്ള വിളകളുടെ ഉൽപാദനം ഗണ്യമായി കുറയാനുള്ള സാധ്യതയും ഉയർന്നിരിക്കുന്നു. ചെറുകിട കർഷകരാണ് ഇതിന്റെ ഏറ്റവും വലിയ ആഘാതം നേരിടാൻ സാധ്യതയുള്ളവർ. മഴ വൈകുന്നതോടെ വിത്തിടൽ സമയക്രമം തന്നെ മാറിപ്പോകും. കൃഷിയിടങ്ങളിൽ ആവശ്യമായ ജലം ലഭിക്കാത്തതിനാൽ വിളകളുടെ വളർച്ച മന്ദഗതിയിലാവുകയും വിളനാശ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ജലസേചന സൗകര്യം പരിമിതമായ ഗ്രാമങ്ങളിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകും. ഇതോടെ കർഷകരുടെ വരുമാനം കുറയുകയും കാർഷിക കടബാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലെ നിലവിലെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മുൻപ് സ്വാധീനം ചെലുത്തിയിരുന്ന ലാനിന ഘട്ടം 2026 ഫെബ്രുവരിയോടെ അവസാനിച്ചുവെന്നാണ് നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം പസഫിക് സമുദ്രം ന്യൂട്രൽ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഇപ്പോൾ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ചൂട് ഉപരിതലത്തിലേക്ക് വ്യാപിക്കുന്ന പ്രവണത ശക്തമാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാറ്റം തുടരുകയാണെങ്കിൽ അടുത്ത മാസങ്ങളിൽ എൽ നിനോ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടാനുള്ള സാഹചര്യം ശക്തമാകുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. ലോക കാലാവസ്ഥാ സംഘടനയുടെ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ കമ്പ്യൂട്ടർ കാലാവസ്ഥാ മോഡലുകൾ എൽ നിനോയുടെ ആരംഭം മാത്രമല്ല, പിന്നീട് അതിന്റെ ശക്തി വർദ്ധിക്കാനുള്ള സാധ്യതയും കാണിക്കുന്നുവെന്നാണ്. ഇത് ആഗോള മഴ പാറ്റേണുകളിൽ വലിയ അസമത്വങ്ങൾക്ക് വഴിവെക്കാം. ചില രാജ്യങ്ങളിൽ അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുമ്പോൾ മറ്റു ചില മേഖലകൾ ദീർഘകാല വരൾച്ചയും കാട്ടുതീ ഭീഷണിയും നേരിടേണ്ടി വരാം. ഇന്ത്യയിൽ മൺസൂണിന്റെ രണ്ടാം പകുതിയാണ് സാധാരണയായി എൽ നിനോയുടെ ഏറ്റവും വലിയ ആഘാതം നേരിടുന്നത്. വിളകൾക്ക് ഏറ്റവും കൂടുതൽ ജലം ആവശ്യമായ വളർച്ചാഘട്ടത്തിലാണ് മഴ കുറയാനുള്ള സാധ്യത ഉയർന്നിരിക്കുന്നത്. ഇതോടെ ഭക്ഷ്യധാന്യ ഉൽപാദനം കുറഞ്ഞ് വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകാൻ ഇടയാകും. ഭക്ഷ്യവസ്തുക്കളുടെ വിലവർധന പൊതുജനങ്ങളുടെ ജീവിത ചെലവിനെയും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മഴക്കുറവിനൊപ്പം വേനൽക്കാല ചൂട് വർദ്ധിക്കാനും എൽ നിനോ സാഹചര്യം കാരണമാകാറുണ്ട്. 2026 രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അതിശക്തമായ ഉഷ്ണതരംഗങ്ങൾ അനുഭവപ്പെടാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പകൽ സമയത്ത് മാത്രമല്ല, രാത്രിയിലും ഉയർന്ന താപനില തുടരാൻ സാധ്യതയുണ്ട്. ഇത് പൊതുജനാരോഗ്യത്തിന് വലിയ വെല്ലുവിളിയാകും. അതേസമയം എല്ലാ എൽ നിനോ വർഷങ്ങളും ഒരേ രീതിയിൽ ബാധിക്കണമെന്നില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ചിലപ്പോൾ മിതമായ എൽ നിനോ പോലും വലിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കാം. മറുവശത്ത് ശക്തമായ എൽ നിനോ ഉണ്ടായിട്ടും ചില പ്രദേശങ്ങൾ പ്രതീക്ഷിച്ചതിലും കുറവ് ആഘാതം നേരിട്ട സംഭവങ്ങളും മുൻപുണ്ടായിട്ടുണ്ട്. അതിനാൽ പ്രദേശ വൈശിഷ്ട്യമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൃത്യമായി പ്രവചിക്കുന്നത് ഇന്നും സങ്കീർണമാണ്. എങ്കിലും നിലവിലെ മുന്നറിയിപ്പുകൾ കണക്കിലെടുത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുൻകരുതൽ നടപടികൾ ശക്തമാക്കേണ്ട സാഹചര്യമാണുള്ളത്. ജലസംരക്ഷണ പദ്ധതികൾ, മഴവെള്ള സംഭരണം, വരൾച്ച പ്രതിരോധ കൃഷിരീതികൾ, അടിയന്തര ദുരന്ത നിവാരണ സംവിധാനം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ കാലാവസ്ഥാ സൗഹൃദ കൃഷിരീതികൾ വ്യാപിപ്പിക്കുകയും കർഷകർക്ക് കൃത്യമായ കാലാവസ്ഥാ വിവരങ്ങൾ സമയബന്ധിതമായി എത്തിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. എൽ നിനോയുടെ സാധ്യത ഇന്ത്യക്ക് മാത്രമല്ല, ആഗോള കാലാവസ്ഥാ സമവാക്യത്തിനാകെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇതിനകം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എൽ നിനോയുടെ ശക്തമായ തിരിച്ചുവരവ് വരാനിരിക്കുന്ന മാസങ്ങളിൽ
ലോകത്തിന്റെ കാലാവസ്ഥാ സാഹചര്യങ്ങളെ കൂടുതൽ അസ്ഥിരമാക്കാൻ ഇടയാക്കുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.